Hi students, welcome back to Social Science Classroom. We are discussing 9th chapter, Gandhiji and Freedom Struggle. In the last class, as a last point, we have discussed the topic non-cooperation movement. Did you read the topic that we have taken in the last class? Okay. Firstly, I am asking one question from previous class. Who were the leaders of Khilafat movement in India? Who were the leaders of Khilafat movement in India? Who were? Yes, Maulana Shaukat Ali and Maulana Muhammad Ali. The Ali brothers are the leaders of Khilafat movement in India. Okay, today let us start new topic, new subheading, Malabar Rebellion. Today we are going to discuss the topic Malabar Rebellion. This is very famous in Kerala, Malabar Rebellion. Very famous in Kerala history and Indian history. Okay, let us read it. The Malabar Rebellion in 1921 was a remarkable anti-British rebellion in Kerala. കേരളത്തിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രിട്ടീഷ് വിരുദ്ധ കലാപമായിരുന്നു 1991 മലബാർ കലാപം. 1921 മലബാർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കലാപമായിരുന്നു. The tenants of Malabar faced several acts of injustice from the landlords like eviction from agricultural land, imposition of heavy taxes, and unaffordable share of the net agricultural product. കേരളത്തിലെ കർഷകർ ബ്രിട്ടീഷുകാരുടെ നിരവധി ചൂഷണാത്മകമായ നിയമങ്ങൾക്ക് വിധേയമായിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള ചൂഷണാത്മകമായ നിയമങ്ങളാണ് ബ്രിട്ടീഷുകാർ കേരളത്തിലെ ജനങ്ങൾക്ക് മേൽ, കേരളത്തിലെ കർഷകർക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരുന്നത്? ഏതൊക്കെയാണ്? എവിക്ഷൻ ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ്, എന്താണ്? കൃഷിഭൂമിയിൽ നിന്ന് പുറത്താക്കുക, അവരെ നാട് കടത്തുക എന്നുള്ളതാണ്. കൃഷിഭൂമിയിൽ നിന്ന് അവരെ നാട് കടത്തുക. പിന്നെയോ imposition of heavy taxes. Imposition of heavy taxes, ഉയർന്ന നികുതി ചുമത്തുക. ഫസ്റ്റത്തെ എന്താണ്? എവിക്ഷൻ ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ്, കാർഷിക ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ കർഷകരെ കുടിയൊഴിപ്പിക്കുക, കാർഷിക ഭൂമിയിൽ നിന്ന് കർഷകരെ കുടിയൊഴിപ്പിക്കുക. മറ്റൊന്നെന്താണ്? ഇമ്പോസിഷൻ ഓഫ് ഹെവി ടാക്സസ്, ഉയർന്ന നികുതി ചുമത്തുക. ആൻഡ് അൺഅഫോർഡബിൾ ഷെയർ ഓഫ് നെറ്റ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്, കർഷകർക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള പാട്ടം ചുമത്തുക. പാട്ടം എന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗം ജന്മിക്ക് കൊടുക്കണം, അതാണ് പാട്ടം. ആ പാട്ടം കർഷകർക്ക് താങ്ങാവുന്നതിലധികമാക്കി ഉയർത്തുക. ഈ കാര്യങ്ങളൊക്കെയാണ് കേരളത്തിലെ കർഷകരോട് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള അന്യായമായ നിയമങ്ങൾ. The British officials supported such actions of landlords. ഭൂവുടമകൾ നടപ്പിലാക്കിയ ഈ പരിഷ്കരണങ്ങളെയെല്ലാം ആര് സപ്പോർട്ട് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തു. This coincided with the non-cooperation movement and Khilafat movement becoming active in Kerala. ഖിലാഫത്ത് പ്രസ്ഥാനത്തോടൊപ്പം അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തോടൊപ്പം ഇതും എന്താണ്? കേരളത്തിൽ വളരെ ശക്തി പ്രാപിച്ച് വന്നു. ഗാന്ധിജി വിസിറ്റഡ് കേരള വിത്ത് മൗലാന ഷൗക്കത്ത് അലി. ഈ സമയത്ത് മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പം എന്തായി? കേരളത്തിലെ ഗാന്ധിജി സന്ദർശനം നടത്തി. അപ്പോൾ കേരളത്തിലെ കർഷകരോട് ബ്രിട്ടീഷുകാർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണം, ഇവിടുത്തെ ഭൂ ഉടമകളും ബ്രിട്ടീഷുകാരും ചേർന്ന് നടത്തുന്ന കർഷകരെ നടത്തുന്ന ചൂഷണത്തിനെതിരായിട്ടുള്ള വികാരം കർഷകർക്കിടയിൽ വളരെ ശക്തമായിരിക്കുന്ന സമയത്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഖിലാഫത്ത് മൂവ്മെൻറ്റും ഒക്കെ ശക്തി പ്രാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വികാരവും എന്തായി? ശക്തി പ്രാപിച്ചു വന്നു. ആ ഇടയ്ക്കാണ് ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയോട് കൂടി കേരളത്തിൽ സന്ദർശനം നടത്തുന്നത്. The Khilafat movement and annual Congress section at Manjeri in 1920 created an awakening among the farmers. 1920 മഞ്ചേരിയിൽ ചേർന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം കർഷകർക്കിടയിൽ ഇതേക്കുറിച്ച് വലിയ ഉത്ബോധനമുണ്ടാക്കി.
മെജോറിറ്റി ഓഫ് ഫാമേഴ്സ് വെർ മാപ്പിളസ്. കൂടുതൽ കർഷകരും മാപ്പിളമാരായിരുന്നു, മുസ്ലിംസ് ആയിരുന്നു. അറ്റ് ദ പീക്ക് ഓഫ് ദ ആൻറ്റി ബ്രിട്ടീഷ് ആൻഡ് ആൻറ്റി ലാൻഡ് ലോഡ് resentment, the people detained police who arrived to arrest വടക്കേ വീട്ടിൽ മുഹമ്മദ്, the then secretary of പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി. അങ്ങനെ 1920 മഞ്ചേരിയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വെച്ച് കർഷകരെ, അവരെ അഭിമുഖീകരിക്കുന്ന ചൂഷണത്തെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിച്ചു. അവരെല്ലാവരും തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വികാരം ആളിക്കത്താൻ തുടങ്ങി. ആ സമയത്താണ് ബ്രിട്ടീഷ് പോലീസ് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് പ്രസിഡൻ്റായിരുന്ന, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു എന്നുള്ള വാർത്ത കിട്ടിയത്. കേരളത്തിലെ വിശേഷ മലബാർ പ്രദേശത്തുള്ള കർഷകരെ ബ്രിട്ടീഷുകാരുടെയും ഇവിടുത്തെ ഭൂപ്രഭുക്കന്മാരുടെയും ഒക്കെ ചൂഷണം സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നു എന്നുള്ള വിവരം അവർക്ക് കിട്ടുന്നത്. അത് കിട്ടിയ ഉടൻ തന്നെ അവരെന്ത് ചെയ്തു? ആ പോലീസുകാരെ തടഞ്ഞു. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ ആളുകൾ തടഞ്ഞു. The people detained the police who arrived to arrest വടക്കേ വീട്ടിൽ മുഹമ്മദ്, സെക്രട്ടറി ഓഫ് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരെ ആളുകൾ തടഞ്ഞു. There also spread a rumor that Ali Musliar, the leader of Khilafat movement, was arrested. ആ സമയത്ത് മറ്റൊരു റൂമർ കൂടി പരക്കുകയുണ്ടായി. എന്താണ് ആ റൂമർ? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു റൂമറും ആ സമയത്ത് പരക്കുകയുണ്ടായി. It led to the outbreak of rebellion in the താലൂക്ക് ഓഫ് ഏറനാട്. ഇതോടുകൂടി ഏറനാട് താലൂക്കിലെ വെള്ളുവനാട്, അതുപോലെ തന്നെ പൊന്നാനി, ഈ സ്ഥലങ്ങളിലൊക്കെ റിബല്യൻ, ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള റൂമർ വന്നു. അതുപോലെ തന്നെ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വന്നു. അപ്പോൾ അവരെ തടഞ്ഞു നിർത്തി. ഈ സമയത്ത് എന്തായി? ഏറനാട്ടിലും അതുപോലെ തന്നെ വെള്ളുവനാട്ടിലും പൊന്നാനിയിലുമൊക്കെ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. The rebels were also furious at the landlords who assisted the British. റിബൽസ്, ലഹളക്കാർ ആരെ മാത്രമല്ല ടാർഗറ്റ് ചെയ്തത്? ബ്രിട്ടീഷുകാരെ മാത്രമല്ല ടാർഗറ്റ് ചെയ്തത്. ബ്രിട്ടീഷുകാർക്ക് ഓശാന പാടുന്ന ഭൂപ്രഭുക്കന്മാരെയും ആരെ ടാർഗറ്റ് ചെയ്തു? വിപ്ലവകാരികളെ ടാർഗറ്റ് ചെയ്തു. ബ്രിട്ടീഷുകാരെ മാത്രമല്ല അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്, ബ്രിട്ടീഷുകാർക്ക് ഓശാന പാടുന്ന ഭൂപ്രഭുക്കന്മാരെയും അവരെ വിപ്ലവകാരികളെ ടാർഗറ്റ് ചെയ്തു. ദ ലീഡേഴ്സ് ആലി മുസ്ലിയാർ ആൻഡ് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വർ എക്സിക്യൂട്ടഡ് ബൈ ബ്രിട്ടീഷ്. അതിൻ്റെ അവസാനം എന്തായിരുന്നു? അതിൻ്റെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നേതാക്കന്മാരായിരുന്ന, അല്ലെങ്കിൽ മലബാർ ലഹളയുടെ നേതാക്കന്മാരായിരുന്ന ആലി മുസ്ലിയാരെയും അതുപോലെ തന്നെ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഒക്കെ ബ്രിട്ടീഷുകാർ വധിച്ചു കളഞ്ഞു. അതാണ് അതിൻ്റെ ലാസ്റ്റ് റിസൾട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്ന, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന വളരെ പ്രസിദ്ധമായ ഒരു ലഹളയാണ് മലബാർ ലഹള എന്ന് പറയുന്നത്. ഓക്കെ, ഏത് കാലഘട്ടത്തിലാണ് നടന്നത്? 1921 മലബാർ ലഹള നടന്നിട്ടുള്ളത്. എന്താണ് ആളുകളെ പ്രചോദിപ്പിക്കാനുള്ള, ലഹളയിലേക്ക് എത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഭൂപ്രഭുക്കന്മാരും കർഷകരോട് ചെയ്യുന്ന അനീതിയും ചൂഷണവുമാണ് ഒരു ഘടകം. രണ്ടാമത്തെ എന്താണ്? ഖിലാഫത്ത് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ വരികയും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചതാണ് രണ്ടാമത്തെ കാരണം. എവിടെയൊക്കെയാണ് ലഹള പൊട്ടിപ്പുറപ്പെട്ടത്? ഏറനാട്ടിലും വെള്ളുവനാട്ടിലും പൊന്നാനിയിലുമൊക്കെ ആയിട്ടാണ് ലഹള പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. ലഹളയുടെ ലാസ്റ്റ് എന്തായിരുന്നു? ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത ആലി മുസ്ലിയാരെയും വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഒക്കെ ബ്രിട്ടീഷുകാർ വധിച്ചു കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ റബല്യൻ പൂർണ്ണമായും ബ്രിട്ടീഷുകാർക്ക് മാത്രം എതിരായിരുന്നോ? അല്ല, ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന ഇവിടുത്തെ ഭൂപ്രഭുക്കന്മാർക്ക് കൂടി എതിരായിരുന്നു ഈ ലഹള. ദ നെക്സ്റ്റ്, വാഗൺ ട്രാജഡി അല്ലെങ്കിൽ വാഗൺ ദുരന്തം എന്ന് പറയാം. വാഗൺ ട്രാജഡി
നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ, ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. തിരൂരിലൊക്കെ വാഗൺ ട്രാജഡി പിന്നെ മെമ്മോറിയൽ തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വായിച്ച് നോക്കാം. Around 90 fighters who had been arrested in the Mappila rebellion were dispatched to Coimbatore from Tirur railway station, stuffed into a freight wagon. എന്താണ്, മലബാർ ലഹളയിൽ പങ്കെടുത്ത 90ഓളം പോരാളികളെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും അവരെ തിരൂരിൽ നിന്ന് ഗുഡ്സ് വാഗനിൽ അഥവാ ചരക്ക് കൊണ്ടുപോകുന്ന തീവണ്ടിയിലെ ഒരു ബോഗിയിലേക്ക് ഈ 90 ആളുകളെ കുത്തി നിറക്കുകയും അതിൻ്റെ ഡോർ ക്ലോസ് ചെയ്തുകൊണ്ട് തിരൂരിൽ നിന്ന് എവിടേക്ക് അവരെ കൊണ്ടുപോകുന്നത്, കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. ദെൻ gasping for air, they crowded at each other in tormenting agony. എന്താണ്, ഇത് ഗുഡ്സ് വാഗൺ ആയതുകൊണ്ട് തന്നെ ആളുകൾ യാത്ര ചെയ്യുന്ന പിന്നെ തീവണ്ടിയല്ല, അതിൻ്റെ ബോഗിയല്ല, ചരക്കുകൾ കൊണ്ടുപോകുന്ന ബോഗിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വിൻഡോസ് ഇല്ല, ജനവാതിലില്ല, അതിലേക്ക് എയർ കിടക്കാനുള്ള മാർഗ്ഗമൊന്നുമില്ല. ഡോർ ക്ലോസ് ചെയ്തതോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് എന്തായി, ശ്വാസം മുട്ടാൻ തുടങ്ങി. അവർക്ക് ശ്വാസം കിട്ടാതെ, എയർ കിട്ടാതെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാന്തി പറിക്കാൻ തുടങ്ങി. Then, by the time the wagon reached Podannur near Coimbatore, 72 had died and the rest were struggling to stay alive. കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ വാഗൺ തുറക്കുന്ന സമയത്ത്, കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ വാഗൺ തുറക്കുന്ന സമയത്ത് ഈ 90 ആളുകളിൽ 72 ആളുകളും അതിൻ്റെ ഉള്ളിൽ കിടന്ന് ശ്വാസം കിട്ടാതെ മരണപ്പെട്ടിരുന്നു. ബാക്കിയുള്ള ആളുകളാവട്ടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ദിസ് inhuman event that happened on 10th November 1921 is known as Wagon Tragedy. 1921 നവംബർ 10 നടന്ന ഈ മനുഷ്യത്വരഹിതമായ ഈ ദുരന്തത്തെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, വാഗൺ ട്രാജഡി എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. The British brutally suppressed the mass movement against the landlordism and injustice administration. ബ്രിട്ടീഷുകാർക്കും അതുപോലെ തന്നെ ഭൂപ്രഭുക്കന്മാർക്കും എതിരായി ഉണ്ടായിട്ടുള്ള എല്ലാ സമരങ്ങളെയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അടിച്ചമർത്തി. ഇവിടെ ചിത്രമുണ്ടല്ലേ, വാഗൺ ട്രാജഡി. പോത്തന്നൂരിൽ വെച്ചിട്ട് ആ വാഗൺ തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കാഴ്ച ചിത്രകാരൻ്റെ ഭാവനയിൽ വരച്ചു വെച്ചതാണിത് അല്ലേ. ദെൻ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബ്രൂട്ടലി സപ്രസ്ഡ് ദ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളെയെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ വളരെ നിഷ്കരുണം എന്ത് ചെയ്തു, അടിച്ചമർത്തുകയുണ്ടായി. അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് മലബാർ റിബല്യൻ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങളെയും വളരെ നിഷ്കരുണം അടിച്ചമർത്തുകയായിരുന്നു. ഈ പ്രസ്താവനയെ മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ്. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ എത്രത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും? നേരത്തെ നമ്മൾ പറഞ്ഞ മലബാർ കലാപവുമായി വന്ന സംഭവങ്ങൾ, അതിൻ്റെ നേതാക്കന്മാരെ വധിച്ചത്, അതുപോലെ തന്നെ വാഗൺ ട്രാജഡി, ഇതൊക്കെ അതിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഓക്കെ, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൻ ബിലോ. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഫസ്റ്റ് ചിത്രം, ആ ചിത്രം നോക്കി എന്തിൻ്റെയാണ്? ജാലിയൻ വാലാബാഗ് മസാക്കർ അല്ലേ. പുറത്ത് അതിന് എന്തൊക്കെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, അത് നടന്ന വർഷം, അത് എവിടെയാണ് നടന്നത്, അതുപോലെ തന്നെ എന്തിനെതിരെയുള്ള സമരമായിരുന്നു കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ താഴെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റെയാണ് ചിത്രം? വാഗൺ ട്രാജഡിയുടേതാണ്. അപ്പോൾ വാഗൺ ട്രാജഡി എന്നവിടെ എഴുതുക. ഇപ്പുറത്ത് അത് എന്നാണ് നടന്നത്, എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു ട്രെയിൻ പോയിരുന്നത്, എത്ര ആൾ മരണപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ നെക്സ്റ്റ് കോളത്തിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻസിഡൻറ്റ്, ചൗരി ചൗര ഇൻസിഡൻറ്റ്. ചൗരി ചൗര ഇൻസിഡൻറ്റ് ഇൻ 1922, 1922 the farmers of Chowri Chowra village in Uttar Pradesh organized a demonstration against the harsh measures of British.
ബ്രിട്ടീഷുകാരുടെ കിരാത നടപടികൾക്കെതിരായിട്ട് 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പ്രകടനം സംഘടിപ്പിച്ചു. The police opened fire at the procession of around 3,000 unarmed farmers. അനാമരായിട്ടുള്ള അല്ലെങ്കിൽ നിരായുധരായിട്ടുള്ള ആയുധങ്ങൾ കയ്യിലില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള കർഷകരായിട്ടുള്ള 3000-ഓളം വരുന്ന ആളുകൾക്കിടയിലേക്ക് അകാരണമായി ആര് വെടിവെച്ചു? ബ്രിട്ടീഷുകാരെ വെടിവെച്ചു. The angry mob retaliated by burning down the police station. അതിന് പകരമായിട്ട് ക്ഷുഭിതരായ ജനക്കൂട്ടം അവിടെയുള്ള ചൗരി ചൗരയിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ തീവച്ചു. വിച്ച് റിസൾട്ടഡ് ഇൻ ദ ഡെത്ത് ഓഫ് 22 പോലീസ്മെൻ. ആ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന 22 പോലീസുകാർ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വെന്തു മരിച്ചു. Gandhiji called off the non-cooperation movement completely as the incident violated the principles of non-violent resistance. ഈ സംഭവത്തോടു കൂടി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. കാരണം ഗാന്ധിജിയുടെ നയം എന്താണ്? ഗാന്ധിജിയുടെ നയം നോൺ വയലൻസ് ആണ്. നോൺ വയലൻസിലുള്ള ഊന്നിയിട്ടുള്ള സമരമാർഗങ്ങൾ മാത്രമേ ആര് പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ? ഗാന്ധിജി പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അഹിംസയിൽ അധിഷ്ഠിതമായ സമരമാർഗമാണ് സത്യാഗ്രഹ സമരമാർഗം. അതിനെതിരാണ് ചൗരി ചൗരയിൽ നടന്നത്. ചൗരി ചൗരയിലെ ആംഗ്രി മോബ്സ്, അതവിടെയുള്ള ക്ഷുഭിതരായ ജനക്കൂട്ടം അവിടെ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്തു? ആക്രമിച്ചു. എന്നിട്ട് അവിടെയുള്ള പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ തീയിട്ടുകൊണ്ട് 22 പോലീസുകാരെ ചുട്ടുകൊന്നു. ഇതോട് കൂടിയിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിച്ചു. ക്വസ്റ്റ്യൻ: How do the strategies of Gandhiji's earlier movement differ from this of non-cooperation movement? നിസ്സഹകരണ പ്രസ്ഥാനവും ഗാന്ധിജിയുടെ ഏർലിയർ മൂവ്മെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളും തമ്മിലൊക്കെയുള്ള വ്യത്യാസം എന്താണ് എന്നൊന്ന് കാണാനാണ്. ആദ്യം എന്തായിരുന്നു? ഇപ്പം നമ്മൾ നേരത്തെ ചമ്പാരൻ സത്യാഗ്രഹം, അതുപോലെ തന്നെ ഖാദി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സത്യാഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഗാന്ധിജിയുടെ സമര രീതിയിൽ കാണാൻ പറ്റിയിട്ടുള്ളത് എന്ന് അനലൈസ് ചെയ്യാനാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ നടന്നിട്ടുള്ളതാണ് വൈക്കം സത്യാഗ്രഹം. ഓക്കെ, നോക്കാം. ദ നാഷണൽ മൂവ്മെൻറ്റ്. വൈക്കം സത്യാഗ്രഹം നിങ്ങൾ എവിടെ ഇപ്പോൾ വായിച്ചു? ഈ ചാപ്റ്ററിൻ്റെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ അല്ലേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വൈക്കം സത്യാഗ്രഹ വായിച്ചു അല്ലേ? നോക്ക് നമുക്ക്. The national movement evolved into a platform that opposed social inequalities and strengthened the freedom struggle. ദേശീയ പ്രസ്ഥാനം എന്തെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്? അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമൊക്കെ ദേശീയ പ്രസ്ഥാനങ്ങൾ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. The Avarnas were not allowed to use public roads around the Vaikam temple. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റിലൂടെ പോകുന്ന റോഡ്, ആ റോഡിലൂടെ ആർക്ക് നടക്കാൻ പാടില്ലായിരുന്നു? അവർണരായ ആളുകൾക്ക് നടക്കാൻ പാടില്ലായിരുന്നു. ആ ക്ഷേത്രത്തിലേക്കും ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുമുള്ള വഴിയിലൂടെ നടക്കാൻ അവകാശമുള്ളത് ആർക്ക് മാത്രമായിരുന്നു? സവർണരായ ആളുകൾക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. The Vaikam Satyagraha in 1924 urged for freedom of movement along this public roads for all sections of society. 1924 വൈക്കം സത്യാഗ്രഹ നടന്നിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ വഴിയിലൂടെ എല്ലാവർക്കും, ജാതിഭേദമന്യേ എല്ലാവർക്കും നടക്കാനുള്ള അവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ വൈക്കം സത്യാഗ്രഹ നടന്നിട്ടുള്ളത്. ഇൻ കണക്ഷൻ വിത്ത് ദ സത്യാഗ്രഹ, മന്നത്ത് പത്മനാഭ ലെഡ് ദ ഫേമസ് സവർണ ജാഥ. ഈ സത്യാഗ്രഹത്തോട് ചേർന്നുകൊണ്ട് മന്നത്ത് പത്മനാഭൻ നടത്തിയിട്ടുള്ള ജാഥയാണ് സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹ വാസ് റിമാർക്കബിൾ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എഗൻസ്റ്റ് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഇൻ പബ്ലിക് പ്ലേസസ്. പൊതു ഇടങ്ങളിൽ തൊട്ടുകൂടായ്മക്കെതിരായിട്ട് ഇന്ത്യയിൽ നടന്ന വളരെ പ്രസിദ്ധമായ സമരങ്ങളിലൊന്നാണ് ഇത് വൈക്കം സത്യാഗ്രഹം. In the beginning of this chapter, we have read about the visit of Gandhiji to Vaikam to support Satyagraha. ഈ സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വന്നിരുന്നു? മഹാത്മാഗാന്ധി കേരളത്തിലേക്ക് വന്നിരുന്നു. ഓക്കെ,
ഡിസ്കസ് ദ റെലവൻസ് ഓഫ് വൈക്കം സത്യാഗ്രഹ ആൻഡ് പ്രിപ്പയർ എ നോട്ട്. വൈക്കം സത്യാഗ്രഹയുടെ പ്രാധാന്യം എന്തായിരുന്നു, ഇതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ്. എന്താണ് വൈക്കം സത്യാഗ്രഹ? വൈക്കം ക്ഷേത്രത്തിന് ചുറ്റിലൂടെയുള്ള വഴിയിൽ അതിൽ സവർണർക്ക് മാത്രമേ നടക്കാൻ പാടുള്ളായിരുന്നു, അവർണർക്ക് നടക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവർണർക്ക് കൂടി ആ റോഡിലൂടെ നടക്കാൻ അവകാശം വേണമെന്ന് വാദിച്ചുകൊണ്ട് നടത്തിയ സത്യാഗ്രഹയാണ് ഇത് വൈക്കം സത്യാഗ്രഹ എന്ന് പറയുന്നത്. എന്നായിരുന്നു? 1924 ആരാണ് ലീഡ് ചെയ്തത്? മന്നത്ത് പത്മനാഭനാണത് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ സത്യാഗ്രഹ പന്തലിലേക്ക് ആരെത്തിയിരുന്നു? മഹാത്മാഗാന്ധി എത്തിയിരുന്നു. ഓക്കെ, ദ നെക്സ്റ്റ്, ഫിയർലെസ് ഓഫ് ദ ഹാങ്മൻസ് റോപ്പ്. തൂക്കുമരത്തെ ഭയപ്പെടാത്തവർ. തൂക്കുമരത്തെ ഭയപ്പെടാത്തവർ. നോക്ക് നമുക്ക്. പാരലൽ ടു ഗാന്ധിയൻ സ്ട്രാറ്റജീസ്. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള സമരമുറകൾ നടത്തുന്നതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ സമരമുറ ഏതാണ്? നിരാഹാര, സത്യാഗ്രഹ, അഹിംസയിൽ അധിഷ്ഠിതമായ സമരമുറയാണ്. അത് ഗാന്ധിജി ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സെവറൽ ആംഡ് സ്ട്രഗിൾസ് വർ ആൾസോ ഓർഗനൈസ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. മറ്റു പല സമരങ്ങളും, ആ സമരങ്ങൾ എങ്ങനെയുള്ളതാണ്? ആംഡ് സ്ട്രഗിൾസാണ്, ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സമരങ്ങളായിരുന്നു. അഥവാ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹിംസാത്മകമായ സമരമുറകൾ പല ഭാഗത്തും നടക്കുന്നുണ്ടായിരുന്നു. ലീഡേഴ്സ് ലൈക്ക് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ്. 4 നേതാക്കന്മാരുണ്ട്. ആരൊക്കെയാണ്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഇവരൊക്കെ അത്തരത്തിലുള്ള സായുധ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളായിരുന്നു. ദെൻ ദ ഫോംഡ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അവർ രൂപീകരിച്ചൊരു സംഘടനയാണിത്, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ദാറ്റ് എയിംഡ് അറ്റ് പ്രിപ്പയറിംഗ് ദ യൂത്ത് ഫോർ ഫ്രീഡം സ്ട്രഗിൾ. യുവാക്കളായിട്ടുള്ള ആളുകളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സമരങ്ങൾ നടന്നിട്ടുള്ളത്. ദ ബിക്കം മാർട്ടേഴ്സ് ഫോർ ദ കോസ്. അത്തരം സായുധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന പേരിൽ ഈ 4 ആളുകൾ എന്ത് ചെയ്തു? അവർക്ക് അവരുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു, രക്തസാക്ഷികളാവേണ്ടി വന്നു, അവരെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഓക്കെ, അപ്പം മരണത്തെ ഭയക്കാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകളായിരുന്നു അവർ. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഇവരൊക്കെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി തൂക്കിലേറിയ മഹാത്മാക്കളായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. ഓക്കെ.